Welcome all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last class, we had discussed about some theories in probability, that is addition theory as well as multiplication theory. And today we are trying to deal with some problems about these theories. അപ്പോൾ നമ്മുടെ അഡീഷൻ തിയറിയുടെയും മൾട്ടിപ്ലിക്കേഷൻ തിയറിയുടെയും ബേസിൽ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ലെറ്റ്സ് മൂവ് ടു ദ ഫസ്റ്റ് പ്രോബ്ലം. A card is drawn from a well-shuffled pack of cards. What is the probability that it is a heart or a queen? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വെൽ ഷഫിൾഡ് പാക്ക് ഓഫ് കാർഡ്സിൽ നിന്ന്, അതായത് 52 കാർഡ്സ്, 52 കാർഡ്സ് ആർ there and it is well shuffled. And among those well shuffled pack of cards, a card is drawn. What is the probability that it is a heart or a queen? ആ എടുക്കുന്ന കാർഡ്, ഒരു കാർഡ് എടുത്തത്, ആ കാർഡ് എന്താകാൻ, ഒന്നെങ്കിൽ ഒരു ഹാർട്ട് ആവാൻ അല്ലെങ്കിൽ ഒരു ക്വീൻ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മളുടെ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് എത്രയാണ് ഇവിടെ? 52 ആണ് അല്ലേ? അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്തിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കേണ്ടത്? ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹാർട്ട് ഓർ എ ക്വീൻ. ഈ രണ്ട് ഇവൻറ്റ്സിൽ ഏതെങ്കിലും ഒന്ന്, ഗെറ്റിംഗ് എ ഹാർട്ടോ ഗെറ്റിംഗ് എ ക്വീനോ, ഏതെങ്കിലും ഒന്ന് ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ദർ ആർ 2 ഇവൻറ്റ്സ്, ദാറ്റ് ഈസ് ഗെറ്റിംഗ് എ ഹാർട്ട് ആൻഡ് ഗെറ്റിംഗ് എ ക്വീൻ. സോ let the event A is equal to getting a heart and the event B be getting a queen. And we have to find the probability of A or means union, A union B. So probability of A union B or probability of A or B, it belongs to the addition theorem. അപ്പോൾ അഡീഷൻ തിയറം അനുസരിച്ച് നമ്മളുടെ കയ്യിലുള്ള ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ അല്ലയോ എന്നതിൻ്റെ ബേസിൽ 2 കാറ്റഗറീസ് ആണ് അഡീഷൻ തിയറത്തിൽ നമ്മൾ തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? ഇഫ് ദ ഇവൻറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ദെൻ പ്രോബബിലിറ്റി ഓഫ് A union B is equal to probability of A plus probability of B, and if they are not mutually exclusive, probability of A union B is equal to probability of A plus probability of B minus probability of A intersection B. അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ആണ്. ആ 2 ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. A എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ ഹാർട്ടും B എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ ക്വീനുമാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ നമുക്കവിടെ വേണം, പ്രോബബിലിറ്റി ഓഫ് ബി വേണം. 2 ഇക്വേഷൻസ് 2 അഡീഷൻ തിയറത്തിലാണെങ്കിലും പ്രോബബിലിറ്റി ഓഫ് എയും പ്രോബബിലിറ്റി ഓഫ് ബി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് പോകും, ആ ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ അല്ലയോ എന്നതിലേക്ക് നമ്മൾ പോകും. സോ ആദ്യം നമുക്ക് എന്ത് വേണം? പ്രോബബിലിറ്റി ഓഫ് എ. പ്രോബബിലിറ്റി ഓഫ് എ മീൻസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹാർട്ട് by means of the classical definition of probability of an event is equal to എന്തായിരുന്നു? number of favorable cases by total number of possible cases. ഇവിടെ total number of possible cases എത്രയാണ്? ടോട്ടൽ ആ പാക്ക് ഓഫ് കാർഡ്സിൽ എത്ര കാർഡ്സ് ഉണ്ട്? 52 കാർഡ്സ് ഉണ്ട്. ആ 52 കാർഡ്സ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് മൊത്തത്തിൽ അല്ലേ? സോ ഹിയർ ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് 52. ആൻഡ് അതിൽ ആ 52 കാർഡ്സ് നമുക്ക് ആവശ്യമുള്ള ഫേവറബിൾ കേസ് ആയിട്ടുള്ള കാർഡ്സ് ഏത് ടൈപ്പുള്ള കാർഡ്സ് ആണ്? ഹാർട്ട് കാർഡ്സ് ആണ് നമുക്ക് ഫേവറബിൾ കേസ്. സോ ആ 52 കാർഡ്സിൽ എത്ര ഹാർട്ട് കാർഡ്സ് ഉണ്ട്? ദർ ആർ 13 ഹാർട്ട് കാർഡ്സ്. 52 കാർഡ്സ് 26 ആയി ഡിവൈഡ് ചെയ്യാൻ ദ റെഡ് കാർഡ്സിനകത്ത് 13 കാർഡ്സ് എന്താണ്? നമ്മളുടെ ഹാർട്ട് കാർഡ്സ് ആണ്. സോ നമ്മളുടെ ഫേവറബിൾ കേസ് എന്ന് പറയുമ്പോൾ ഏതാണ്? 13 കാർഡ്സ് ആണ് അല്ലേ? സോ ഹിയർ ദ നമ്പർ ഓഫ് ഫേവറബിൾ കേസ് ഈസ് ഈക്വൽ ടു 13. So we can say that probability of A is 13 by 52. Similarly, probability of B is equal to probability of getting a queen. ഒരു ക്വീൻ കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അല്ലേ? ഇവിടെയും നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് കേസ് എത്ര തന്നെയാണ്? 52 തന്നെയാണ്. സോ ഇറ്റ് ഈസ് 52.
ആൻഡ് നമ്പർ ഓഫ് ക്യൂൻ കാർഡ്സ് ടോട്ടൽ നമ്മളുടെ 52 ഡെക്ക് ഓഫ് കാർഡ്സിൽ എത്ര ക്യൂൻ കാർഡ്സ് ആണുള്ളത്? ഹാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ക്യൂൻ കാർഡ് ഉണ്ട്, ഡയമണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്യൂൻ കാർഡ് ഉണ്ട്, സ്പെയ്ഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്യൂൻ കാർഡ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ക്ലബിനും കറസ്പോണ്ടിങ് ആയിട്ട് ക്യൂൻ കാർഡ് ഉണ്ട്. സോ നമ്മളുടെ ഇവിടുത്തെ ഫേവറബിൾ കേസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്യൂൻ കാർഡ് കിട്ടുക എന്നുള്ളതാണ്. സോ ടോട്ടൽ നമുക്ക് എത്ര ഫേവറബിൾ കേസ് ആണുള്ളത്? ദെയർ ആർ ഓൺലി 4 നമ്പർ ഓഫ് ഫേവറബിൾ കേസസ്. ഇവിടെ നിന്നൊക്കെ ഫ്രം ഹാർട്ട്, ഫ്രം ഡയമണ്ട്, ഫ്രം ക്ലബ് ആൻഡ് ഫ്രം ആസ് സ്പെയ്ഡ്. ഈ 4 ഓരോ ക്യൂൻ കാർഡ്സ് വെച്ച് 4 ക്യൂൻ കാർഡ്സ് ആണ് ടോട്ടൽ നമുക്ക് ഫേവറബിൾ കേസ് ആയിട്ടുള്ളത്. സോ ഹിയർ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ക്വീൻ ഈസ് 4/52. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എയും പ്രോബബിലിറ്റി ഓഫ് ബിയും കിട്ടി. ഇനി നമുക്ക് എന്ത് അറിയണം? ഈ 2 ഇവൻസ് തമ്മിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ അല്ലയോ എന്ന് അറിയണം, അല്ലേ? അപ്പം ഇവർ തമ്മിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല എന്നുണ്ടെങ്കിൽ there exists probability of A intersection B, or otherwise if they are mutually exclusive, probability of A intersection B is equal to 0 ആയിരിക്കും. സോ നമുക്ക് അറിയേണ്ടത് ഈ 2 ഇവൻറ്റ്സ് തമ്മിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ അല്ലയോ എന്നുള്ളതാണ്. എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ? they does not occur simultaneously. 2 events are said to be mutually exclusive, they does not occur simultaneously. ഒരുമിച്ച് എന്ത് ചെയ്യില്ല? ഈ 2 ഇവൻറ്റ്സും ഹാപ്പൻ ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നത്? these 2 events are mutually exclusive എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ 2 ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ ഹാർട്ടും ഗെറ്റിംഗ് എ ക്വീൻ ആണ്, അല്ലേ? അപ്പോൾ ഹാർട്ടും ക്യൂനും ഒരുമിച്ച് ഒക്കർ ചെയ്യുന്നു. അതായത് ആ ഒരു കാർഡ് നമ്മൾ ഡ്രോ ചെയ്യുന്നത് ഒരേ സമയം ഹാർട്ടും അതേ സമയം തന്നെ ക്യൂൻ കാർഡും ആകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ആകാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. കാര്യം എന്താണ്? ഹാർട്ട് കാർഡിനകത്ത് 52 കാർഡ്സിനകത്ത് റെഡ് കാർഡിൽ 26 റെഡ് കാർഡിൽ 13 ഹാർട്ട് കാർഡ്സ് ഉണ്ട്. ആ 13 ഹാർട്ട് കാർഡ്സിൽ ഒരു കാർഡ് ഏതാണ്? ക്യൂൻ കാർഡാണ്. സോ ദർ എക്സിസ്റ്റ് എ പോസിബിലിറ്റി for a queen card in the among the heart ones. അപ്പോൾ ഹാർട്ട് കാർഡുകളിൽ ക്യൂൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ therefore these 2 events are not mutually exclusive and hence there exists an A intersection B. So there is probability of A intersection B. അവർ തമ്മിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലാത്തത് കൊണ്ട് തന്നെ A intersection B എന്ന് പറയുന്ന A intersection B ഒക്കർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് A intersection Bയും ഉണ്ടാവും. പ്രോബബിലിറ്റി ഓഫ് A intersection B എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഈ 2 ഒരുമിച്ച് ഹാപ്പൻ ചെയ്യുന്നു. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് A ഹാർട്ട് കാർഡ് ആൻഡ് A ക്വീൻ കാർഡ്. ഒരേ സമയം ഹാർട്ട് കാർഡും ക്യൂൻ കാർഡും ആയിരിക്കുന്ന ഒരു കാർഡിനെ കിട്ടുക എന്നുള്ളതാണ്. അവിടെയും നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസസ് 52 ആണ്. ആൻഡ് വാട്ട് അബൌട്ട് ദ ഫേവറബിൾ കേസ്? ഹാർട്ട് കാർഡ് ആയിട്ടുള്ളൊരു ക്യൂൻ കാർഡ് എത്രണ്ണത്തിനുണ്ട്? ഒരേ ഒരു ക്യൂൻ കാർഡേ ഉള്ളൂ, അല്ലേ? ഹാർട്ട് ഒരേ സമയം ഹാർട്ടും ക്യൂനുമായിട്ടുള്ള ഹാർട്ട് എന്ന് പറയുന്ന ആ സെക്ഷനകത്ത് എന്ത് വരുന്നു? ക്യൂൻ വരുന്ന കാർഡ്. അതാണ് എന്ത്? ഹാർട്ട് ആസ് വെൽ ആസ് എ ക്യൂൻ കാർഡ് എത്രണ്ണേ ഉള്ളൂ? ഒരേ ഒരു കാർഡേ ഉള്ളൂ. Therefore the number of favorable cases is 1 and hence the probability of A intersection B is 1/52. So പ്രോബബിലിറ്റി ഓഫ് എ നമുക്ക് കിട്ടി, പ്രോബബിലിറ്റി ഓഫ് ബി കിട്ടി, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും കിട്ടി. സോ ദീസ് 2 events are, since these 2 events are not mutually exclusive, we can say that probability of A union B is equal to probability of A plus probability of B minus probability of A intersection B, which is equal to 13/52 plus 4/52 minus 1/52 means equal to 17 minus 1, 16/52. So നമ്മളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് the probability of getting a heart card or a queen card, it is 16/52. So that's all for the first question. Let's move on to the second question. എന്താണ് second question പറയുന്നത്? A bag contains 25 balls numbered from 1 to 25. ഒരു ബാഗിനകത്ത് 25 ബോൾസ് ഉണ്ടായിരുന്നു,
അല്ലേ? ആ 25 ബോളുകൾക്കും ജസ്റ്റ് അപ്പോൾ ഞാൻ പറയുന്ന സന്ദർഭം ഒന്ന് മനസ്സിലേക്ക് സങ്കല്പിക്കുക. ഒരു ബാഗ്, ആ ബാഗിനകത്ത് 25 ബോൾസ് ഉണ്ടായിരുന്നു. ആ 25 ബോൾസിനും നമ്പർ ചെയ്തിട്ടുണ്ട്. 25 1 മുതൽ 25 വരെ നമ്പേഴ്സ് അസൈൻ ചെയ്തിട്ടുണ്ട് ഓരോ ബോളുകൾക്കും. One is to be drawn at random, then find the probability that the number on the drawn ball will be a multiple of 5 or 7. പറഞ്ഞിരുന്നത് ആ തന്നിരിക്കുന്ന ബോളുകളിൽ നിന്ന് ഒരു ബോളിനെ ഞാൻ റാൻഡമായിട്ട് ചൂസ് ചെയ്തു. അങ്ങനെയെങ്കിൽ ആ കിട്ടിയ ബോളിനകത്തുള്ള നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഏതർ എ മൾട്ടിപ്പിൾ ഓഫ് 5 ഓർ എ മൾട്ടിപ്പിൾ ഓഫ് 7 ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ഓർ ഇവൻസിന്റെ പ്രോബിലിറ്റി ആണ് അല്ലേ? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് the number as a multiple of 5 or a multiple of 7. So here also there are two events, getting a number which is a multiple of 5 and getting a multiple of 7. So അവിടെ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Let A is equal to multiple of 5 and B is equal to multiple of 7. അപ്പോൾ ഇത് നമ്മൾ എഴുതി നിർത്തി. ഇനി നമുക്കറിയാം എവിടെ മുതൽ എവിടം വരെയുള്ള നമ്പേഴ്സ് ആണ് ആ ബോൾസിനകത്ത് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്. 1 to 25 വരെയുള്ള നമ്പേഴ്സാണ് അല്ലേ? അങ്ങനെയെങ്കിൽ ഈ എ എന്ന് പറയുന്ന ആ ഇവന്റ് നമ്മുടെ സെറ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ നമ്പേഴ്സ് വരും? ദാറ്റ് ഈസ് എ എന്ന് പറയുന്ന ഈ സെറ്റിനകത്ത് ജസ്റ്റ് ഞാൻ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി എഴുതുന്നതേ ഉള്ളൂ. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് ഉദ്ദേശിക്കുന്നത് 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ 5ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണോ അതൊക്കെ ആ നമ്പേഴ്സാണ് ഇവിടെ വരുന്നത്, എയുടെ വാല്യൂസ് ആയിട്ട് വരുന്നത്. സോ ഫ്രം 1 to 25 the numbers which are multiples of 5 ഏതൊക്കെയാണ്? They are 5, 10, 15, 20, 25. സോ എ എന്ന് പറയുന്ന ഇവന്റിന്റെ വാല്യൂസ് ആയിട്ട് അസ്യൂം ചെയ്യാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണ്? 5, 10, 15, 20 and 25. What about the event B? The multiples of 7 among the numbers from 1 to 25. ഏതൊക്കെ നമ്പേഴ്സ് വരും multiples of 7 which is equal to set of ഏതൊക്കെയാണ്? 7, 14, 21. ഈ 3 നമ്പേഴ്സ് മാത്രമേ എന്തുള്ളൂ? മൾട്ടിപ്പിൾസ് ഓഫ് 7 ആയിട്ട് നമ്മളുടെ കയ്യിൽ ഉള്ളൂ ഫ്രം നമ്പേഴ്സ് ഫ്രം 1 to 24. സോ എയും ബിയും എന്തൊക്കെയാണ് ഇവൻസ് ഞാൻ വെർബലായിട്ട് ഞാൻ എഴുതി അതിനെ നമ്പേഴ്സായിട്ട് മാത്തമാറ്റിക്കൽ ടേംസിലും ഞാൻ എക്സ്പ്രസ് ചെയ്തു. ഇനി നമ്മൾക്ക് അറിയേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ഓൺ ദ ഡ്രോൺ ബോൾ വിൽ ബി എ മൾട്ടിപ്പിൾ ഓഫ് 5 or 7. സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടേം ഏതാണ്? ഓർ ആണ്. Therefore here we have to find the probability of getting a multiple of 5, that is A, or a multiple of 7, that is B. That is we have to find the probability of getting A or B. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഓർ ബി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എന്ത് വേണം? പ്രോബബിലിറ്റി ഓഫ് എ വേണം, പ്രോബബിലിറ്റി ഓഫ് ബി വേണം. അതിനുശേഷം നമ്മൾ എന്ത് ഡിറ്റർമൈൻ ചെയ്യണം? ഈ തന്നിരിക്കുന്ന 2 ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷം എ ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റിയെ പറ്റി നമ്മൾ ചെക്ക് ചെയ്യും. സോ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ? പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു ടോട്ടൽ നമുക്കിവിടെ എത്ര നമ്പേഴ്സ് ആണുള്ളത്? 25 നമ്പേഴ്സ് ആണുള്ളത് അല്ലേ? അപ്പോൾ ഈ 25 നമ്പേഴ്സും നമ്മൾ എടുക്കുന്ന ആ ഒരു ആ ബോളിനകത്തുള്ള നമ്പർ 1 മുതൽ 25 വരെയുള്ള ഏത് നമ്പേഴ്സ് വേണേലും ആകാം അല്ലേ? അപ്പോൾ ആ 1 മുതൽ 25 ഏത് നമ്പേഴ്സ് വേണേലും ആകാം. അതിൽ എനിക്ക് 5ൻ്റെയോ 7ൻ്റെയോ മൾട്ടിപ്പിൾസ് ആണ് കിട്ടുന്നതിൻ്റെ പ്രോബബിലിറ്റിയാണ് എനിക്ക് അറിയേണ്ടത്. സോ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസ് ഇവിടെ എത്രയാണ്? ഫ്രം 1 to 25 ആണ്. ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ of possible cases is always 25 അല്ലേ? So probability of A എഴുതുമ്പോൾ total number of possible cases
25. അതിൽ എൻ്റെ ഫേവറബിൾ കേസുകൾ ഏതാണ്? വിച്ച് ആർ ദ മൾട്ടിപ്പിൾസ് ഓഫ് 5, നമ്പർ വിച്ച് ആർ ദ മൾട്ടിപ്പിൾസ് ഓഫ് 5 കിട്ടുന്നതാണ് എൻ്റെ ഫേവറബിൾ കേസ്. അങ്ങനെ എത്ര നമ്പേഴ്സ് കിട്ടാൻ എനിക്ക്? 1 2 3 4 5 നമ്പേഴ്സ്. ഈ അഞ്ച് കേസുകൾ വന്നാൽ മാത്രമേ എൻ്റെ എ എന്ന് പറയുന്ന ആ ഇവന്റ് സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. സോ ഹിയർ ദ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഈസ് 5. So we can say that the probability of A is 5 by 25. Similarly, what about the probability of B? Probability of B എന്ന് പറഞ്ഞാൽ എന്താണ്? Probability of getting a multiple of 7. അവിടെയും ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസ് എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് എന്ന് പറയുന്നത് എത്രയാണ്? ഫേവറബിൾ കേസ് ഇവിടെ 7ന്റെ മൾട്ടിപ്പിൾസ് കിട്ടാനായിട്ടുള്ള നമ്മുടെ ഫേവറബിൾ കേസ്. അങ്ങനെ എത്ര മൾട്ടിപ്പിൾസ് ഓഫ് 7 കിട്ടും? ബിറ്റ്വീൻ 1 and 25, 3 of them are there. Therefore number of favorable cases is 3. Therefore probability of B is 3 by 25. ഇനി എന്താണ് എ ഇന്റർസെക്ഷൻ ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗെറ്റിംഗ് എ നമ്പർ വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 7. ഒരേ സമയം സൈമൾട്ടേനിയസ് ആയിട്ട് 5ന്റെ മൾട്ടിപ്പിളും അതേസമയം തന്നെ 7ന്റെ മൾട്ടിപ്പിളുമായിട്ടുള്ള നമ്പറിനെ എനിക്ക് കിട്ടുമോ എന്നാണ് ചോദിക്കുക. അതാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതി ആ സെറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 5ന്റെ മൾട്ടിപ്പിൾസിൽ ഒരെണ്ണം പോലും എവിടെ വന്നിട്ടില്ല? 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വന്നിട്ടില്ല. സിമിലർലി തിരിച്ച് 7ന്റെ മൾട്ടിപ്പിൾ ഒന്നുപോലും എന്ത് വന്നിട്ടില്ല? 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടും വന്നിട്ടില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ഇവർ തമ്മിൽ ഉള്ള ഇന്റർസെക്ഷൻ എന്തല്ല? പോസിബിൾ അല്ല. അതായത് ഒരേ സമയം 5ന്റെ മൾട്ടിപ്പിളും 7ന്റെ മൾട്ടിപ്പിളുമായിട്ട് വരുന്ന നമ്പർ ഈ തന്നിരിക്കുന്ന സെറ്റുകളിൽ, ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സിൽ ഒരേ സമയം മൾട്ടിപ്പിൾ ഓഫ് 5ഉം മൾട്ടിപ്പിൾ ഓഫ് 7ഉമായിട്ടുള്ള പോസിബിലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി ഇസ് എ നൾ സെറ്റ് ഓർ probability of A intersection B is equal to 0. ഈ രണ്ട് നമ്പേഴ്സും എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി ഓഫ് A intersection B എന്താണ്? 0 ആണ്. സോ അങ്ങനെയെങ്കിൽ നമ്മളുടെ പ്രോബബിലിറ്റി ഓഫ് A ഓർ ബിയുടെ ഫോമിൽ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് A or B is equal to probability of A plus probability of B, which is equal to 5 by 25 plus 3 by 25, which is equal to 8 by 25. Therefore, the probability of getting a number in the drawn ball which is a multiple of 5 or a multiple of 7 is 8 by 25. So that's all for the second question. Let's move on to the third question. In the third question പറയുന്നത്, a bag contains 4 white, 2 black, 3 yellow and 3 red balls. ഒരു ബാഗിനകത്ത് 4 ടൈപ്പ് ഒരു 4 കളറുള്ള ബോൾസുകളുള്ള കാര്യമാണ് പറയുന്നത്. ഒരു ബാഗ്. ഈ ബാഗിനകത്ത് ഏതൊക്കെ ടൈപ്പ് ബോൾസ് ഉണ്ട്? There are 4 white balls, 2 black balls, 3 yellow balls and 3 red balls are there. ടോട്ടൽ ആ ബാഗിനകത്ത് 6, 9, 12 ബോൾസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ? What is the probability of getting a white or a red ball at random in a single draw? അപ്പോൾ ഈ ഒരു ബാഗിൽ നിന്ന് ഞാൻ ഒരു ബോളിന് ഒരു സിംഗിൾ ഡ്രോയിൽ ഒരു ബോളിനെ ഞാൻ എടുത്തു. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോൾ വിൽ ബി എ വൈറ്റ് ബോൾ ഓർ എ റെഡ് ബോൾ? സോ ഇവിടെ നമുക്ക് 2 ഇവൻറ്റ്സ് ആണുള്ളത്, ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഓർ ഗെറ്റിംഗ് എ റെഡ് ബോൾ അല്ലേ? സോ ഇവിടെ നമുക്ക് 2 ഇവൻറ്റ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്താൽ let A is equal to getting a white ball or and B is equal to getting a red ball. ഒരു white ball കിട്ടാൻ and as well as getting a red ball. And here we have to find the probability of
getting a white ball or getting a red ball. That is probability of A or B. അല്ലേ? സോ ഇവിടെ നമുക്ക് അഡീഷൻ തിയറമാണ് യൂസ് ചെയ്യേണ്ടത്. ഓർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി ആണ് വേണ്ടത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് എന്ത് വേണം? പ്രോബിലിറ്റി ഓഫ് എയും വേണം, പ്രോബിലിറ്റി ഓഫ് ബിയും വേണം. അതിന് ശേഷം നമുക്ക് അവയുടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ്നെസ്സിലേക്ക് പോകാം. So what is the probability of A? Probability of A means probability of getting a white ball. ഒരു വൈറ്റ് കൂട്ടത്തിൽ ഈ ബോൾസിൻ്റെ കൂട്ടത്തിൽ ഒരു വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി. By classical definition of probability is equal to number of favorable cases by total number of possible cases. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസ് എത്ര നമ്മളുള്ള ടോട്ടൽ നമുക്ക് എത്ര ബോൾസ് അതിനകത്ത് ചൂസ് ചെയ്യാം? 12 ബോൾസ് ചൂസ് ചെയ്യാം. സോ ആ അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസ് എന്ന് പറയുന്നത് ഈസ് 12. And what about the number of favorable cases? ആ കൂട്ടത്തിൽ ആ ചൂസ് ചെയ്യുന്ന ബോൾസിൻ്റെ കൂട്ടത്തിൽ ഫേവറബിൾ കേസ് എന്ന് പറയുന്നത് വൈറ്റ് ബോൾ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഫേവറബിൾ കേസ്. സോ ടോട്ടൽ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് ആണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് എന്ന് പറയുന്നത്. സോ വാട്ട് അബൌട്ട് ദ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഇസ് ഈക്വൽ ടു 4. സോ പ്രോബിലിറ്റി ഓഫ് A is 4/12. വാട്ട് അബൌട്ട് പ്രോബിലിറ്റി ഓഫ് B? Probability of B is equal to probability of getting a red ball. Here also the total number of possible cases is 12 and number of favorable case means number of red balls among the balls. എത്ര red balls ആണുള്ളത്? 3 red balls ആണുള്ളത്. So here the number of favorable cases is 3. Therefore probability of getting a red ball is 3/12. What about probability of A intersection B? അതായത് എ ഇൻ്റർസെക്ഷൻ ബിക്ക് ഒരു പ്രോബിലിറ്റി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആദ്യം എ ഇൻ്റർസെക്ഷൻ ബി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് ഈ രണ്ട് ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ഓർ എ റെഡ് ബോൾ അറ്റ് റാൻഡം ഇൻ എ സിംഗിൾ ഡ്രോ? ഒരു പ്രാവശ്യമേ ഞാൻ ബോൾ ഡ്രോ ചെയ്യുന്നുള്ളൂ അല്ലേ? ഒരേ ഒരു ബോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഡ്രോ ചെയ്യുന്നുള്ളൂ. അപ്പം ആ ഒരു ബോൾ എടുക്കുന്നതിൽ ആ എടുക്കുന്ന ബോള് വൈറ്റ് ബോളാകാനോ അല്ലെങ്കിൽ റെഡ് ബോളാകാനോ ഉള്ള പ്രോബിലിറ്റിയാണ് എനിക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ ഒരു ബോളാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അത് ഒരേ സമയം ഒരിക്കലും വൈറ്റ് ബോളും റെഡ് ബോളും ആകില്ല അല്ലേ? ഒന്നെങ്കിൽ അതൊരു വൈറ്റ് കളർഡ് ബോൾ ആയിരിക്കും, അല്ലെങ്കിൽ ദാറ്റ് വിൽ ബി എ റെഡ് കളർഡ് ബോൾ. ഒരേ സമയത്ത് സൈമൾട്ടേനിയസ് ആയിട്ട് എന്താ വരില്ല? വൈറ്റ് ബോളും റെഡ് ബോളും ഒറ്റ ബോൾ നമ്മൾ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ബോൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അതൊരു വൈറ്റ് ബോൾ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു റെഡ് ബോൾ ആയിരിക്കും. അല്ലാതെ ഒരുമിച്ച് അത് വൈറ്റ് ബോളും റെഡ് ബോളും കൂടെ ആവാനുള്ള ചാൻസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു ഇവൻറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആൻഡ് ഹെൻസ് A intersection B is equal to 0 whereas probability of A intersection B is equal to 0. അങ്ങനെയെങ്കിൽ രണ്ട് ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് പ്രോബിലിറ്റി ഓഫ് A intersection B 0 ആണ്. ആൻഡ് ഹെൻസ് പ്രോബിലിറ്റി ഓഫ് A or B is equal to probability of A plus probability of B, which is equal to 4/12 plus 3/12, which is equal to 7/12. And hence the probability of getting a white ball or a red ball is equal to 7/12. So that's all for the third question. So let's move on to the fourth question. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എ ബാഗ് കണ്ടെയ്ൻസ് 5 white balls and 6 red balls. One ball is drawn at random and replaced. Again one ball is drawn at random and replaced. What is the probability that the ball drawn each time is white? അപ്പോൾ ഇതിന് സിമിലർ ആയിട്ടൊരു കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ബാഗ്, ആ ബാഗിൽ 5 വൈറ്റ് ബോൾസും 6 റെഡ് ബോൾസുമാണുള്ളത്. നമ്മളുടെ കയ്യിലുള്ള ബാഗിൽ 5 വൈറ്റ് ബോൾസും 6 റെഡ് ബോൾസും ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ എത്ര ബോൾസ് അവിടെ ഉണ്ട്? 11 ബോൾസ് അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ബോള് ഞാൻ ഡ്രോ ചെയ്തു. അത് ഏത് ബോളാണ് ഞാൻ നോക്കിയതിന് ശേഷം തിരിച്ച് ഞാൻ വെച്ചു, റീപ്ലേസ് ചെയ്തു. വീണ്ടും
എന്ത് ചെയ്തു, ഒരു ബോൾ ഞാൻ എടുത്തു, അത് ഞാൻ തിരിച്ചു വെച്ചു. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ബോൾ ഡ്രോൺ ഈച്ച് ടൈം ഈസ് വൈറ്റ്? ഓരോ പ്രാവശ്യം, 2 പ്രാവശ്യം എടുത്ത ഓരോ പ്രാവശ്യവും ഞാൻ ചൂസ് ചെയ്ത ബോൾ വൈറ്റ് ബോൾ ആവാനുള്ള പ്രോബിലിറ്റി എന്താണ് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യം ഞാൻ ഇതിനകത്ത് നിന്ന് ബോൾ എടുത്തു, അതും വൈറ്റ് ബോൾ ആവണം. ആൻഡ് എഗെയിൻ അതിനെ റീപ്ലേസ് ചെയ്യാൻ വീണ്ടും ഒരു ബോളും കൂടി എടുത്തു, ആ ബോളും എന്താവണം, വൈറ്റ് ബോൾ ആവണം. സോ ഇവിടെ 2 ഇവൻറ്റ്സ് ആണുള്ളത്, 2 ട്രയൽസ് ഞാൻ നടത്തി. ഫസ്റ്റ് ട്രയലിൽ വൈറ്റ് ബോൾ കിട്ടുക എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ഇവൻ്റ് ആയിട്ടും എടുത്തു. സെക്കൻഡ് ട്രയലിൽ വൈറ്റ് ബോൾ കിട്ടുക എന്നുള്ളത് ഞാൻ സെക്കൻഡ് ഇവൻ്റ് ആയിട്ടും എടുത്തു. സോ ലെറ്റ് the 2 events be A is equal to getting a white ball in the first trial and B be the event such that getting അവിടെ എന്ത് തന്നെ വേണ്ടത്, വൈറ്റ് ബോൾ. 2 ഇവൻസിലും വൈറ്റ് ബോൾ തന്നെയാണ് എടുക്കേണ്ടത് ഇൻ ദ സെക്കൻഡ് ട്രയൽ. അപ്പോൾ ഫസ്റ്റ് ഇവൻ്റ് ആയിട്ട് ഞാൻ എടുത്തത് ഗെറ്റിംഗ് എ വൈറ്റ് ബോളിൻ്റെ ഫസ്റ്റ് ട്രയലും, സെക്കൻഡ് ഇവൻ്റ് ആയിട്ട് ഞാൻ എടുത്തത് ബി ഇസ് ദ ഇവൻറ്റ് സച്ച് ദാറ്റ് ഗെറ്റിംഗ് എ വൈറ്റ് ബോളിൻ്റെ സെക്കൻഡ് ട്രയൽ. അങ്ങനെയാണെങ്കിൽ എനിക്ക് നോക്കേണ്ടതാണ് പ്രോബിലിറ്റി ദാറ്റ് ദ ബോൾ ഡ്രോൺ ഈച്ച് ടൈം ഈസ് വൈറ്റ്. ഫസ്റ്റ് ട്രയലിൽ എടുത്ത ബോളും വൈറ്റ് ആയിരിക്കണം ആൻഡ് സെക്കൻഡ് ട്രയലിൽ എടുത്ത ബോളും വൈറ്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഇൻ ദ ഫസ്റ്റ് ട്രയൽ ആൻഡ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഇൻ ദ സെക്കൻഡ് ട്രയൽ. ആദ്യത്തെ പ്രാവശ്യവും വൈറ്റ് ബോൾ ആയിരിക്കും, ആദ്യത്തെ ട്രയൽ എടുക്കുന്ന വൈറ്റ് ബോൾ ആയിരിക്കണം, അതേപോലെ തന്നെ രണ്ടാമത്തെ ട്രയൽ എടുക്കുന്ന ബോളും വൈറ്റ് ബോൾ ആയിരിക്കണം. അതാവാനുള്ള പ്രോബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഹിയർ വി ആർ യൂസിങ് ദ ടേം ആൻഡ്. സോ ആൻഡ് ടേം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ നമ്മളുടെ തിയറം ഏതാണ് ഉപയോഗിക്കുന്നത്, മൾട്ടിപ്ലിക്കേഷൻ തിയറമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിക്കകത്ത് അതും 2 കാറ്റഗറീസ് എടുത്ത് തിരിച്ചിട്ടുണ്ട്. എങ്ങനെ, ബേസ്ഡ് ഓൺ ഡിപ്പെൻഡൻറ്റ് ആസ് വെൽ ആസ് ഇൻഡിപെൻഡൻറ്റ് ഇവൻ. ഈ 2 ഇവൻസ് ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്നുള്ളതിൻ്റെ ബേസിസിൽ ഈ മൾട്ടിപ്ലിക്കേഷൻ തിയറം 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു probability of A into probability of B if both events are independent, and probability of A intersection B is equal to probability of A into probability of B given A if the both events are dependent. അപ്പോൾ ഇവിടെ 2 ഇവൻറ്റ്സ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറഞ്ഞത്, ഇവിടെ റീപ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ ബോൾ ഞാൻ എടുത്തു, അതിന് ശേഷം ഞാനത് തിരിച്ചു വെച്ചു അല്ലേ. അപ്പോൾ ആ ഒരു ബോൾ ഞാൻ എടുത്തതിന് ശേഷം തിരിച്ചു വെക്കുമ്പോൾ ആ കണ്ടീഷൻ വീണ്ടും എന്താവാണ്, സെയിം കണ്ടീഷൻ, ഒറിജിനൽ കണ്ടീഷൻ എന്താണോ എക്സിസ്റ്റ് ചെയ്തത് അത് തന്നെ ആവുകയാണ് രണ്ടാമത്തെ ട്രയലിലും അല്ലേ. അപ്പോൾ ആദ്യമത്തെ 11 ബോൾ ഉണ്ടായിരുന്നു, അതിൽ ഞാൻ ഒരു വൈറ്റ് ബോളിനെ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, ആ വൈറ്റ് ബോൾ തിരിച്ചു വെച്ചു. എഗെയിൻ ഇതിനകത്ത് എത്ര ബോൾസ് തന്നെ ഉണ്ട്, 11 ബോൾസ് തന്നെ ഉണ്ട്, കണ്ടീഷനകത്ത് വ്യത്യാസമൊന്നുമില്ല. വീണ്ടും ഞാൻ എന്താ ഫസ്റ്റ് ട്രയലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണോ അതിനകത്തെ ബോൾസിൻ്റെ എണ്ണം ഉണ്ടായിരുന്നത് അതേ കണ്ടീഷനിൽ എവിടെ വരുന്നത്, സെക്കൻഡ് ട്രയലിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ഉണ്ടാകുന്നത്. സോ ഫസ്റ്റ് ട്രയൽ ഒരു രീതിയിലും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്നില്ല, സെക്കൻഡ് ട്രയലുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്നില്ല. അഥവാ നമുക്ക് പറയാം ഫസ്റ്റ് ട്രയൽ ഈസ് ഓൾവേസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ സെക്കൻഡ് ട്രയൽ, ഓർ അതർവൈസ് ദ ഫസ്റ്റ് ഇവൻറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സെക്കൻഡ് ഇവൻറ്റ്. അപ്പോൾ ആ ആദ്യം എടുക്കുന്ന ബോൾ അല്ലെങ്കിൽ ആദ്യത്തെ ട്രയലിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ എപ്രകാരമാണോ അവിടുത്തെ കണ്ടീഷൻ ഉണ്ടായിരുന്നത് ആ എല്ലാ കണ്ടീഷൻസും സെക്കൻഡ് ട്രയലിൽ എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ട്രയലിനകത്ത് വരുത്തിയ മാറ്റങ്ങൾ ഒരു രീതിയിലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സെക്കൻഡ് ട്രയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ സെക്കൻഡ് ഇവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ഹിയർ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. A and B are independent events. So നമുക്ക് എന്താ പറയാം, പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഓർ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയാം ബൈ മീൻസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഇവിടെ പ്രോബിലിറ്റി ഓഫ് എ എന്താണ്, പ്രോബിലിറ്റി ഓഫ് എ ഈസ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോളിൻ്റെ ഫസ്റ്റ് ട്രയലിൽ വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി. ഫസ്റ്റ് ട്രയൽ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസ് എത്രയാണുള്ളത്, ഇറ്റ് ഈസ് 11, ആൻഡ് അതിൽ നമ്പർ ഓഫ് ഫെയറബിൾ കേസ് ദാറ്റ് ഈസ് നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് എത്രയാണ്, 5 ആണുള്ളത്.
So probability of getting a white ball in the first trial is 5 by 11. Similarly, probability of B is equal to, here also in the second trial also the total number of possible cases is 11, as well as the number of white balls in the second trial is also 5. Therefore probability of B is also 5 by 11. Hence we can say that probability of A intersection B is equal to probability of A into probability of B, which is equal to 5 by 11 into 5 by 11, which is 5 into 5, 25 by 11 to 11, 121. Therefore, probability of getting a white ball in the first trial and a white ball in the second trial, or otherwise the probability that a ball drawn each time is white is 25 by 121. So, that's our fourth question. So, in നമ്മൾ 4 questions ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്തത് ബൈ മീൻസ് ഓഫ് അഡിഷൻ തിയറം ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യും. സോ ഈ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ലെക്ചർ നോട്ട്സ് ആയിട്ട് എഴുതി എനിക്ക് ഹോം അസൈൻമെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.